വിലാസിനി സിനിമാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെയാണ് ആ ഒരു പ്രൊഡക്ഷൻ്റെ എഴുത്തുള്ളത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങണം എന്ന് വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണോ? എല്ലാവരും സ്വന്തം പേരാണല്ലോ വയ്ക്കാറ് പൊതുവെ. ലിസ്റ്റിൻ ചേട്ടനൊക്കെ സ്വന്തം പേരാണല്ലോ. അപ്പോൾ അതില് സുരാജേട്ടൻ ഒരു വ്യത്യാസം. അമ്മയാണല്ലോ നമ്മുടെ എല്ലാം. അപ്പൊ അമ്മയുടെ പേരിൽ തുടങ്ങണമെന്ന് തോന്നി. പിന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം അതിന്റെ സബ്ജക്റ്റാണ്. ഇതുവരെ വരാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടന്റും കഥാപാത്രവും. പിന്നെ എനിക്ക് കുറേ ചെയ്യാനുണ്ട് അതിൽ, ഇതുവരെ ചെയ്യാത്ത ഒരു കിടിലൻ കഥാപാത്രവും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും പ്രൊഡക്ഷനിലുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹമായിട്ട് സമീപിച്ചു. സന്തോഷ് അതിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിനൂടെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ ഇത്രയും കേട്ട് ഓക്കെ പറഞ്ഞിട്ടേ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു. സുരാജിന്റെ അമ്മയുടെ പേരിടാനായിട്ട് ഒത്തിരി പറ്റിച്ചു അമ്മേനെ ചെറുപ്രായത്തിൽ നിന്നപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് പറ്റിച്ചു. അപ്പൊ അതിന്റെ ഒരു പാരിതോഷികമോ പ്രായശ്ചിത്തമോ പാരിതോഷികമോ എന്നുള്ള ഞാൻ പറ്റിച്ചെങ്കിൽ എന്റെ അമ്മയല്ലേ, നാട്ടുകാരെ പറ്റിച്ചില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ അമ്മ പറഞ്ഞ ഡയലോഗ്, മോനെ അതിന്റെ വേറെ നിന്റെ കയ്യിലിരിക്കട്ടെ, ഇതുകൊണ്ടൊന്നും നിന്നെ എനിക്ക് അറിയാമെന്നുള്ളത് പറഞ്ഞു. അമ്മ അതൊന്നും കുഴപ്പമില്ല, പയ്യൻ നന്നായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു കോമ്പിനേഷൻ, രണ്ട് സുരാജേട്ടൻ്റെ ബാനറും നമ്മുടെ ബാനറോടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ നല്ലൊരു അവരൊരുമിച്ച് വന്ന സിനിമ നന്നായിട്ടുണ്ട് എന്ന് കേൾക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്നാണ്. അത് ഡിസംബർ 20-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തും. അതെ. അപ്പോൾ ഈ രണ്ട് പ്രൊഡ്യൂസർ ഉള്ളപ്പോഴേ ഇപ്പൊ ശ്യാമിന് പൈസ കൊടുക്കണം, അപ്പോൾ ഇന്ന് സുരാജോട് നാളെ ഞാൻ കൊടുക്കാം, അങ്ങനെയൊക്കെയാണോ അതിന്റെ ഒരു പരിപാടി? എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം മ്യൂച്വലി സംസാരിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിസ്റ്റിനെ വെക്കണം, ആരാണ് വെക്കേണ്ടത്, എല്ലാം സുരാജിനെ അറിയാം. പിന്നെ സുരാജ് അവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരു ആർട്ടിസ്റ്റിന് ഇത്ര രൂപ, ടെക്നീഷ്യന് ഇത്ര രൂപ, എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇത് കൊടുക്കേണ്ട ഒരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ അത് കൃത്യമായിട്ട് പോകും. പ്രൊഡക്ഷനിലൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അതെല്ലാം ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് നോക്കി. അതുകൊണ്ട് ആ ഏരിയ അതല്ലേ നമുക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതിന്റെ കണക്ക് അങ്ങനെ ആരും എടുക്കാറില്ല. ആ ഒരു സ്ട്രെസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പൃഥ്വിരാജായാലും ആരായാലും ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരെയൊക്കെ സമീപിക്കുന്നത്. അല്ല, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ റൂട്ടിൽ ഭംഗിയായിട്ട് നടന്നോളൂ. കാരണം നമ്മളത് ഡെയിലി അവിടെ പോയി അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എല്ലാവരുടെ മൊബൈലിലും എന്താണ് സിനിമ, എന്താണ് കോസ്റ്റ്, എന്താണ് ഇന്ന് എക്സ്ട്രാ ഉള്ളത് എന്നെല്ലാം നമുക്ക് മൊബൈലിൽ കൂടെ അറിയാം. നമുക്ക് അതിൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരു എസ്ഓർണോ പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് ഒരു പെർമിഷൻ ചോദിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം അണ്ടർസ്റ്റുഡാണ്, എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് ഉള്ള സംഭവങ്ങൾ തന്നെ സിനിമയിൽ സംഭവിക്കും. പിന്നെ ഇദ്ദേഹം ഇല്ലാത്ത സീനുകൾ പോലും പടത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് ആസ് എ ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സുരാജ് പടത്തിലുണ്ട്. മനോഹരങ്ങളായ പാട്ടുകളുണ്ട്. 6 പാട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈരാളി തിരുമാലിയുടെ ട്രാക്ക് ഉണ്ട്. നല്ല പാട്ടുകൾ, നല്ല മ്യൂസിക്കാണ്. ഈ സിനിമയിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള വേറൊരു ഘടകമാണ് ഇതിൻ്റെ അകത്തെ പാട്ടുകൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകളാണ്. അങ്കിത് മേനോനാണ് ഇപ്പൊ കഴിഞ്ഞ അതെ, പക്ഷെ കഴിഞ്ഞ പടം ജയ്ജയുടെ ആണെങ്കിലും ഗുരുവായൂരമ്പല നടയിലാണേലും വാഴയാണേലും എല്ലാം ഹിറ്റ് സോങ്ങുകളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വലിയ സെല്ലിംഗ് പോയിന്റ് ആണ്. ഇനി കണ്ടിന്യൂ ചെയ്തു. അല്ല, 2 പ്രൊഡ്യൂസർ ഉണ്ട്. ഞാൻ പറയാം, നമ്മുടെ 4 സിനിമകളുണ്ട്, 4 നടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അതിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. സോ അതൊരു പ്രോസസ് എന്നുള്ള രീതി അതിന്റെ വഴിക്ക്. അതെ അതെ. ഇപ്പൊ ശരിയാ, എല്ലാ മാസത്തിലും എനിക്ക് തോന്നുന്നു 10-20 പടങ്ങളൊക്കെ വെച്ച് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 5 പടങ്ങളെ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. 5ഉം ലിസ്റ്റിന്റെ അസോസിയേഷൻ പ്രസിഡന്റ്. അതെ അതെ. ഇത് കഴിയുമ്പോ ഇടി വരുമോ? ഇപ്പൊ ഓൾറെഡി നമുക്ക് വന്നു പോയത് ഒരാളെ
പെർമനന്റ് ആയിട്ട് വെച്ചു. ഒന്ന് ചായ അടിക്കാനോ അവിടെ ഇറങ്ങി അപ്പൊ കയറാൻ വേണ്ടി റെഡി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവരുടെ ചോദ്യം ചെയ്യണം. എനിക്കിത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇന്റർവ്യൂ. ഒറിജിനൽ ഇ ഡി. ഇസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൽ നിന്ന് എന്ത് പഠിച്ചു സുരാജേട്ടാ? കള്ളത്തരങ്ങൾ കുറച്ച് പഠിച്ചു. ഇല്ല, പഠിക്കാൻ കാര്യം വെച്ചാൽ അദ്ദേഹം ഒരു 22ാമത്തെ വയസ്സിൽ സിനിമയിൽ വന്നതാണ്. അതെ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പടത്തിൽ അഭിനയിച്ചതിൽ മാത്രമല്ല കിടിലം ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല, ഇത് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എത്തിക്കാൻ അദ്ദേഹത്തിന് പിന്നെ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം കുറേ തിയേറ്ററുണ്ട്, സ്വന്തമായിട്ട് ചാനലുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്ററുകളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം.